Hi dear students, next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്കിംഗ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ ഓപ്പറേഷൻ പ്രധാനമായിട്ടും ഈ 4 ഹെഡുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നബാർഡിൻ്റെ വർക്കിംഗ് 4 ഹെഡുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ലോൺസ്, മീഡിയം ടേം ലോൺസ്, ലോങ് ടേം ലോൺസ് ആൻഡ് ഡയറക്റ്റ് ലോൺസ്. അപ്പം വർക്കിംഗ് ഓഫ് നബാർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് ആണ്. വേരിയസ് പർപ്പസിനും വേണ്ടി നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള 4 തരത്തിലുള്ള ലോണുകളാണ് നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ലോൺ, മീഡിയം ടേം ലോൺ, ലോങ് ടേം ലോൺ ആൻഡ് ഡയറക്റ്റ് ലോൺ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടേം ലോൺ. NABARD provided short-term loans and advances up to a period of 18 months. These loans are provided to the State Cooperative Bank, other financial institutions approved by the RBI. Okay, അപ്പോൾ നബാർഡ് ഈ ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ് ടു ദ പീരിയഡ് ഓഫ് 18 months ആണ്. 18 മാസം വരെയുള്ള കാലത്തേക്കാണ് നബാർഡ് കൊടുക്കുന്ന ലോണാണ് ഷോർട്ട് ടൈം ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ലോൺസ് ആർ പ്രൊവൈഡഡ് ടു ആർക്കാണ് ഈ ലോൺ കൊടുക്കുന്നതെന്നാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ബൈ ദ RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കുമാണ് എന്ത് ചെയ്യുന്നത്, നബാർഡ് ഈ ഷോർട്ട് ടൈം ലോൺസ് കൊടുക്കുന്നത്. അപ് ടു ദ 18 months എന്നാണ്. അപ് ടു ദ പീരിയഡ് ഓഫ് 18 months, 18 മാസം വരെയുള്ള കാലത്തേക്കാണ് ഈ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ബൈ ദ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കാണ് നബാർഡ് ഈ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ലോൺസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ടൈം ലോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഈ ലോണ് നബാർഡ് പ്രൊവൈഡ് ചെയ്യും. അവർ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ ലോണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ദ യൂട്ടിലൈസേഷൻ, ഓക്കെ, അല്ലെങ്കിൽ സോ ദ പർപ്പസ് ഓഫ് ദിസ് ലോൺ. ഫസ്റ്റ് വൺ, സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. സീസൺ ബേസ്ഡ് ആണ്. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ നടക്കുന്നത് സീസൺ ബേസ്ഡ് ആണ് അല്ലേ. മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന രീതികളുണ്ട്, അതുപോലെ തന്നെ വേനൽക്കാലത്ത് മറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതികളാണ് കൃഷി ചെയ്യുന്നത്. അപ്പം സീസണൽ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം ലോൺ പ്രൊവൈഡ് ചെയ്യും. ദെൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളും മറ്റു കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക്. ദെൻ റൂറൽ ഡെവലപ്മെൻറ്റ്, റൂറൽ സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് SSI സെക്ടേഴ്സ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലയുണ്ട് അല്ലേ. ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, അതുപോലെ തന്നെ കയർ കോപ്പറേറ്റീവ് സെക്ടർ അല്ലേ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് വലിയ ഒരു മേഖലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറുകിട വ്യവസായ മേഖലയുടെ വികസനം, റൂറൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ്, ദെൻ സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന അപ് ടു 18 months, ഓക്കെ, അപ് ടു ദ പീരിയഡ് ഓഫ് 18 months, 18 മാസം വരെയുള്ള കാലത്തേക്ക് നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ലോണാണ് ഷോർട്ട് ടൈം ലോൺ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് മീഡിയം ടൈം ലോണാണ്. Medium term loan. Okay, so medium term loans are provided for a period not less than 18 months and not more than 7 years. 7 വർഷത്തിൽ കൂടാൻ പറ്റുകയില്ല, 18 മാസത്തിൽ കൂടുകയും ചെയ്യാം. ആ രീതിയിൽ ആ ഒരു സമയപരിധിക്കിടയിൽ കൊടുക്കുന്ന ലോണിനെയാണ് മീഡിയം ടേം ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, മീഡിയം ടേം ലോൺസ് ആർ പ്രൊവൈഡഡ് ഫോർ ദ പീരിയഡ് നോട്ട് ലെസ് ദാൻ 18 months, 18 മാസത്തിൽ കുറയാൻ പാടില്ല. ദെൻ നോട്ട് മോർ ദാൻ 7 years, 7 വർഷത്തിൽ കൂടാനും പാടില്ല. അതിനകത്ത് ആ ഒരു പീരിയഡിനകത്ത് കൊടുക്കുന്ന ലോണിനെ നമ്മൾ മീഡിയം ടേം ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയം ടേം ലോണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വരെയുണ്ട്, അപ് ടു 7 years വരെ ഉണ്ട്, 7 വർഷം വരെയുണ്ട്. ഓക്കെ, അത്തരം കാലത്തേക്ക് കൊടുക്കുന്ന ലോണിനെയാണ് മീഡിയം ടേം ലോൺസ് എന്ന് പറയുന്നത്. ദിസ് ലോൺസ് ആർ പ്രൊവൈഡഡ് ടു, ആർക്കൊക്കെയായി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കുന്നു. Then RRBs, regional rural banks for agricultural and rural development under government guarantee. ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയോട് കൂടിയുള്ള അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓപ്പറേഷനുകൾക്ക് ആർക്കും വേണ്ടി കൊടുക്കും, റീജിയണൽ റൂറൽ ബാങ്കുകൾക്കും ഈ
ഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 ആളുകൾക്കാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനും ഒന്ന് RRBക്കും. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്കുകൾക്കും. അപ്പോൾ ഇത്തരത്തിൽ 7 വർഷം വരെയുള്ള 18 മാസം മുതൽ 7 വർഷം വരെയുള്ള കാലത്തേക്ക് കൊടുക്കുന്ന ലോണാണ് മീഡിയം ടേം ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ലോണുകളായി. ഇനി നമുക്ക് അടുത്ത 2 ലോണുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അതിനകത്ത് പറയുന്നത് ഒന്ന് ലോങ് ടേം ലോണും ഒന്ന് ഡയറക്റ്റ് ലോണുമാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യം ഇതാണ്, വർക്കിംഗ് ഓഫ് നബാർഡ്. നബാർഡിൻ്റെ വർക്കിംഗ് 4 ഹെഡുകളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ആൻഡ് ഡയറക്റ്റ് ലോൺ. ഓക്കെ, ഷോർട്ട് ടേം ലോൺ എന്ന് പറയുന്നത് 18 മാസം വരെയുള്ള കാലത്തേക്കാണ്. മീഡിയം ടേം ലോൺ എന്ന് പറയുന്നത് 18 മാസം മുതൽ 7 വർഷം വരെയുള്ള കാലത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം. താങ്ക് യു.